വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിന് നമ്മൾ നാളെ എഴുതാൻ പോകുന്ന എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓരോ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചില ഏരിയാസിൽ നിന്ന് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ഐ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയന്ന്. അപ്പൊ കഴിഞ്ഞ വർഷം എസ് ഐ ചോദ്യം ചോദിച്ചാൽ അതേ എസ് ഐ ക്വസ്റ്റ്യൻ ഈ വർഷം എസ് ഐ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു രീതിയിൽ 3 മാർക്കിനോ 4 മാർക്കിനോ ക്വസ്റ്റ്യൻസ് അവിടെ വരാം. അപ്പം എസ് ഐ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ തന്നെ ചോദിക്കണമെന്നില്ല, ആ ഏരിയ ആയിരിക്കും ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ അവിടെ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉറപ്പാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് എസ് ഐ ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും എസ് ഐ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയസ്. അപ്പൊ നമ്മൾ 1-2 വർഷത്തെ അല്ല, നമ്മൾ ഒരു 5-6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു പോകാവുള്ളൂ എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു നാളെ എസ് എ ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ചോദിക്കാം. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് ഏരിയസിൽ നിന്ന് എസ് എ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ഒന്നെങ്കിൽ എസ് എ ചോദിക്കാം, അല്ലെങ്കിൽ മറ്റ് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു ഏരിയ പ്രതീക്ഷിക്കാം. ഓരോ ചാപ്റ്ററിനും ഈ ഒരു ഏരിയ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ പല ആൾക്കാരും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പഠിച്ചു വെച്ചു. അപ്പൊ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നുള്ളൂ, നേച്ചർ ചോദിച്ചാലും ശരി ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും ശരി ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അല്ലെ, നമ്മളൊരു ഒബ്ജക്റ്റീവ് കാണും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു ഗോൾ വെച്ചിട്ടാണ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കാര്യം ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഓരോ ടീമായിട്ട് തിരിച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺസ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അല്ലെ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാനേജ് ചെയ്തു, ഓക്കെ ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞു, അങ്ങനെയാണോ? അല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്, ഓൺ ഗോയിങ് പ്രോസസ് ആൻഡ് നെവർ സ്റ്റോപ്സ്. അല്ലെ, അതൊരു ഓൺ ഗോയിങ് പ്രോസസ് ആണ്, അതവിടെ അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് വൺ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സൽ പ്രോസസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയും. അല്ലെ, എല്ലാ ലെവലിലും എന്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ പറയുന്ന ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോസസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ഡൈനാമിക് ഫംഗ്ഷൻ. അല്ലെ, അതായത് എൻവയോൺമെന്റ് ചേഞ്ചസ് വരും. ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറെന്റ് സൊസൈറ്റിയിലാണ് ഓരോ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്ത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരാം. സോ ഒരു ഡൈനാമിക് എൻവയോൺമെന്റ് ആണ്. ഈ ഒരു കമ്പനിയിൽ, ഈ ഒരു സ്ഥലത്ത്, അമേരിക്കയിലൊക്കെ ഒരു കമ്പനിയിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതി കേരളത്തിൽ അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ ഇറ്റ്സ് എ ഡൈനാമിക് ഫംഗ്ഷൻ. അതനുസരിച്ച് അവിടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ മൾട്ടി ഡൈമെൻഷണൽ ആണ്. കാരണം മാനേജ്മെന്റ് ഓഫ് വർക്ക് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. അല്ലെ, ആളുകളെ മാത്രം മാനേജ് ചെയ്താൽ പോലും അവിടുത്തെ വർക്ക് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും, അവിടുത്തെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കാര്യം മാത്രമല്ല, ഇറ്റ്സ് മൾട്ടി ഡയമെൻഷണൽ. നെക്സ്റ്റ് എന്താണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നേരിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഇറ്റ്സ് എൻ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതാണ് എന്ത് ചെയ്ത മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു ഏരിയ. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയുടെ എൻഡ് വരെ നിങ്ങൾ കാണണം. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഇതിൽ ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഓക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞു തരാം. അത് ഏറ്റവും ലാസ്റ്റ് പറയാം. ആദ്യം എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പറയും. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളെപ്പം ഇടയ്ക്ക് വെച്ച് നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്ത് പറയും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഇതിൽ പറഞ്ഞു തരാം. ഓക്കെ ഫൈൻ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരികയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഈ ഒരു ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ്. അതായത് എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സും ഉണ്ട്, പ്രിൻസിപ്പിൾസും ഉണ്ട്. രണ്ടും രണ്ടാണ്. ഓക്കെ, പല ആൾക്കാരും തെറ്റിച്ചെഴുതും. പ്രിൻസിപ്പിൾസ് ചോദിക്കുന്ന സമയത്ത് ടെക്നിക്ക് എഴുതും, ടെക്നിക്സ് ചോദിക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾ എഴുതും. പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഈ ഒരു കാര്യമാണ്. ഓക്കെ, ടൈലറിന്റെയാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്നറിയപ്പെടുന്നത് FW ടൈലർ ആണ്. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 4 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ സയന്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്നുമില്ല, പ്രോപ്പർ ആയിട്ട് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനല്ല, പകരം ഒരു ഹാർമണി. അല്ലെ, ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ എങ്ങനെയാവണം, അവർ തമ്മിൽ ഒരു ഹാർമണി വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഓർഗനൈസേഷനിലെ വർക്കുകൾ പ്രോപ്പർ ആയിട്ട് പോകുള്ളൂ.
മൂന്നാമത്തെ കാര്യം കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പറേഷൻ ആണ് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെ കാര്യങ്ങളല്ല നോക്കേണ്ടത്, പകരം അവിടെ എന്തുണ്ടാകണം, ഒരു കോപ്പറേഷൻ ആണ് അവിടെ ഉണ്ടാകേണ്ടത്. ഓക്കെ, എൻകറേജ് ടീം വർക്ക് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻസ്, ഒരു ടീം വർക്കും ഒരു മ്യൂച്വൽ കോപ്പറേഷനും ഒക്കെയാണ് അവിടെ ഉണ്ടാകേണ്ടത്. അടുത്ത മാക്സിമം ഔട്ട്പുട്ട്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഔട്ട്പുട്ട് ആണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിങ് മാക്സിമം ഔട്ട്പുട്ട് റാദർ ദാൻ റിസ്ട്രിക്റ്റീവ് ഔട്ട്പുട്ട്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ ഇൻഡിവിജ്വലും വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വലും അവരുടെ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആവണം, അവർ കൂടുതൽ എഫിഷ്യന്റ് ആവുന്ന രീതിയിലാവണം ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, വെറുതെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഈ തേർഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എസ് എ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്നും എസ് എ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ ചിലപ്പോൾ യാതൊരു സാധ്യതയില്ല. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, ഒരു ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ അക്കൗണ്ടൻസി എക്സാം ഒക്കെ നിങ്ങൾ എഴുതിയതാണ്, ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതി വെക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ എസ് എ ചോദ്യങ്ങൾ പ്ലസ് വണ്ണിന്റെ ആണെങ്കിൽ പോലും നോക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇൻ ദ സെൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്ററിൽ നിന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് എസ് എ പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചാപ്റ്ററും ഇടണ്ട, ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ഏരിയ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്നാമത്തെ കാര്യം നമുക്ക് ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പം ബിസിനസിന്റെ എൻവയോൺമെന്റ്, ബിസിനസിന്റെ ചുറ്റുപാടുകൾ അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയാലേ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും ബിസിനസ്സിലുള്ള ത്രെറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ അവിടെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഹെൽപ്പ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് പ്ലാനിങ്ങും അതുപോലെ പോളിസി ഫോർമുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താവശ്യമാണ്, ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം, അല്ലെ? ബിസിനസിനെ കുറിച്ച് മാത്രമല്ല ചുറ്റുപാടിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. ആൻഡ് ദെൻ നമ്മൾ ആ എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കി ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹെൽപ്പ് ഇൻ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസിനോട് നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാനായിട്ട്, അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നു. പ്രൊവൈഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതനുസരിച്ച് ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഒരു ഏർലി വാർണിംഗ് ടെക്നിക്സ് നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്നൽസ് അവിടെ കിട്ടുകയാണ്. എനേബിൾ ഫേം ടു ഗെയിൻ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്, അല്ലെ? ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഏറ്റവും ആദ്യം മൂവ് ചെയ്യണം. അങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ യൂസ് ചെയ്യാനും ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഫേമിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. സോ ഫോർത്ത് ചാപ്റ്റർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് പ്രോസസ്. അപ്പൊ പ്ലാനിങ് പ്രോസസ് എന്ന് ചോദിച്ചാൽ ഓക്കെ, ചിലപ്പോൾ പ്ലാനിങ് പ്രോസസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് സ്റ്റെപ്സ് ആണ്. ഇപ്പൊ ഈ സ്റ്റെപ്സ് അത് നേരിട്ട് ചോദിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഒന്നാമത്തെ കാര്യം എന്താണ് ചെയ്യേണ്ടത്, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്, കാര്യമാണ് ഡെവലപ്പിംഗ് ദ പ്രിമൈസസ്. എന്ന് വെച്ചാൽ ഇത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. പ്രിമൈസസ് എന്ന് വെച്ചാൽ എന്താ, ഫ്യൂച്ചറിലേക്കുള്ള അസംഷൻസ്. ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഊഹിക്കുന്നു. ഓക്കെ, അതാണ് അസംഷൻസ്. ഫ്യൂച്ചർ നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അസംഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അടുത്ത ഐഡന്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അല്ലെ, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഓക്കെ ഈ പ്ലാൻ അനുസരിച്ച് പോകുന്നില്ല, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ചിന്തിക്കും. അതാണ് ഐഡന്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതിനുശേഷം ഓരോ ഓൾട്ടർനേറ്റീവും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിന് ഫോളോ അപ്പ് ആക്ഷൻസ് നടത്തും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ചാപ്റ്റർ 5 ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ്. ഏതാണ്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലൊരു ഡിഫറൻസ് എക്സാമിന് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങളൊരു 4
4-5 ഡിഫറൻസ് എങ്കിലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 4 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2 സൈഡിൽ 4 പോയിന്റ് എഴുതുമ്പോൾ അവിടെ ഒരു 8 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഫംഗ്ഷണൽ സ്ട്രക്ചറിലോട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ നമ്മൾ ആ ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡിഫറെന്റ്, അതായത് HR ഡിപ്പാർട്ട്മെന്റ് ഒരു ഫംഗ്ഷൻ കാണുമായിരിക്കും, അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ എന്ത് ചെയ്തുകൊണ്ടാണ് വരുന്നത്, പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പൊ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ കീഴിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ്, അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും ഈ ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പം പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ഡിവിഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, സ്പെഷ്യലൈസേഷൻ. ഇവിടെ ഫംഗ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആണ്, ഇവിടെ വരുന്നത് എന്താണ്, പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. ഓക്കെ, ഇത് മാനേജർ റെസ്പോൺസിബിലിറ്റി നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. കാരണം ഒരൊറ്റ HR ഡിപ്പാർട്ട്മെന്റ് എൻ്റെ കാര്യങ്ങൾ നോക്കണം, ഒറ്റ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അവർക്ക് നോക്കിയാൽ മതി, അതിന്റെ അക്കൗണ്ടിംഗ് വർക്ക്, അതിന്റെ മാർക്കറ്റിംഗ്, അതിന്റെ സെയിൽസ് മാത്രം നോക്കിയാൽ മതി. സോ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നൊരു കാര്യം അവിടെ കുറച്ചുകൂടെ ഈസിയാണ്. ഇനി മാനേജറൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്ത് ചെയ്യുന്നത്, മാനേജറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം ഡിവിഷണൽ സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ ചാൻസ് ടു പെർഫോം മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ഹെൽപ്പ് ഇൻ മാനേജറൽ ഡെവലപ്മെന്റ്. എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാനേജ്മെന്റ് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് നടത്താനായിട്ട് പറ്റും. ഇനി ഇവിടെ കോസ്റ്റ് കുറവാണ്, കാരണം എന്ത് ചെയ്യുന്നില്ല, ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പക്ഷെ ഡിവിഷണൽ സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റിനെങ്കിലും ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. അപ്പം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കാണ്, ഒരേ വർക്ക് തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കോസ്റ്റ് കൂടുതൽ ഡിവിഷണൽ സ്ട്രക്ചറിലാണ്. ഇനി കോർഡിനേഷൻ ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കാരണം ഈ ഒരേ കൂട്ടർ എല്ലാ വർക്കുകളും എൻ്റെ കമ്പനിയുടെ വർക്ക് നോക്കണം. ഡിവിഷണൽ സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് അതൊരു ഈസി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ, അല്ലെങ്കിൽ സെലക്ഷന്റെ സ്റ്റെപ്സ് എന്താണ് എന്നൊരു കാര്യം ചോദിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഓക്കെ, നമ്മൾ മൊത്തത്തിൽ സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്പിൽ ഒന്ന് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യമുണ്ട്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്. അത് സെലക്ഷന്റെ സ്റ്റെപ്സ് എന്താണ്, ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് പലപ്പോഴും മാറിപ്പോയിട്ട് സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ സെലക്ഷന്റെ സ്റ്റെപ്പ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്നും മനസ്സിലാക്കി വെക്കണം. ഫൈൻ. ഇനി അങ്ങനെയെങ്കിൽ നോക്കാം സ്റ്റെപ്സ് ഇൻവോൾവ്. ഒന്നാമത്തെ പ്രിലിമിനറി സ്ക്രീനിങ് നമ്മൾ നടത്തും. ഓക്കെ, പ്രിലിമിനറി സ്ക്രീനിങ് നമ്മൾ നടത്തുന്നു. അതിനുശേഷം സെലക്ഷൻ ടെസ്റ്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ശേഷം നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ റെഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻസ് നമ്മൾ നടത്തും. നമ്മൾ പിന്നെ സെലക്ഷൻ കൊടുക്കുന്നു, പ്ലേസ്മെന്റ് അവർക്ക് നമ്മൾ കൊടുക്കുന്നു. ദെൻ അവർക്ക് ജോബ് ഓഫർ, കോൺട്രാക്ട് കാര്യങ്ങൾ കൊടുക്കുന്നു. കോൺട്രാക്ട് ഓഫ് ദ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് കാര്യങ്ങൾ അവിടെ നമ്മളവിടെ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റെപ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള സ്റ്റെപ്സിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ്. സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്സ് അല്ല നമ്മൾ പറയുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷന്റെ ഒരു സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ചാപ്റ്റർ ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലോട്ട് വരുമ്പോൾ എക്സ്പ്ലെയിൻ ദ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഓക്കെ, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡയറക്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, പോകാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം സൈക്കോളജിക്കൽ നീഡ്. ഓക്കെ, സൈക്കോളജിക്കൽ നീഡിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന നീഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവിടെ. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന സമയത്ത് എന്താണ് വരുന്നത്, അവിടെ നമുക്ക് സാലറിയാണ് ബേസിക് ആയിട്ടല്ലേ, നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സാലറി തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ബേസിക് നീഡ്സിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം സർവൈവലിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടർ, ഫുഡ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് തന്നെ. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ് നമ്മൾ നോക്കുമ്പോൾ എന്താ, ജോബ് സെക്യൂരിറ്റിയാണ് നമുക്ക് രണ്ടാമത് വേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പം അതിനുവേണ്ടി പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ എടുക്കുക, നമ്മുടെ ജോബിനൊരു സെക്യൂരിറ്റി ഉണ്ടാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ നീഡ്. അതായത് ഇപ്പം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീം വർക്ക് അവിടെ കാണണം. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സുപ്പീരിയേഴ്സ് ആയിരിക്കണം. അതായത് ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ സോഷ്യൽ നീഡ്സ് വെച്ചാൽ വർക്ക് എൻവയോൺമെന്റ് അവിടെ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യണം,
വർക്ക് എൻവയോൺമെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ST എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ സ്റ്റാറ്റസ്. അവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, പ്രൊമോഷൻ വേണം, നമ്മൾ ഹയർ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യും. അതാണ് ST നീഡ്സ്. ഇനി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലോ അച്ചീവിങ് ഫുൾ പൊട്ടൻഷ്യൽ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെ നമ്മുടെ മുഴുവൻ കഴിവ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകൾ കാണണം, മോർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണം. അപ്പം വെറുതെ ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാൾ നമുക്കൊരു ചലഞ്ച് തരുന്നു, ഒരു ടാർഗറ്റ് തരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമുക്കൊരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമുക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഓക്കെ, സോ അപ്പോൾ ലോവർ നീഡ്സ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ഹയർ നീഡ്സ്. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം. നമ്മളവിടെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫോട് കൂടി തന്നെ അത് വരയ്ക്കാം. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ മാർക്ക് കിട്ടും. അപ്പം ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഹയർ നീഡ്സിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും, അവർക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. ഇനി ചാപ്റ്റർ 8 കൺട്രോളിംഗിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ്സ്. കൺട്രോളിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താ, സെറ്റിംഗ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം മെഷറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ പെർഫോമൻസ് നമ്മളവിടെ മെഷർ ചെയ്യാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ കമ്പയറിംഗ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ഓക്കെ, നമ്മുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിട്ട് നമ്മളവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നു. ഓക്കെ, നാലാമത്തെ കാര്യം അനലൈസിംഗ് ദ ഡീവിയേഷൻസ്. എന്ത് ചെയ്യുന്നുണ്ട്, ഡീവിയേഷൻസ് കാര്യങ്ങൾ നമ്മളവിടെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നെക്സ്റ്റ് വൺ. അതിനുശേഷം ടേക്കിംഗ് കറക്റ്റീവ് ആയിട്ട് ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ, കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മളവിടെ എടുക്കുന്നു. ഓക്കെ, സോ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, കമ്പയറിംഗ് ദ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നു, ഡീവിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു, ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അതാണ് കൺട്രോളിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ആ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ ഫൈനലി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുമ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ക്യാഷ് ഫ്ലോ പൊസിഷൻ ഒരു ഫാക്ടറാണ്, അല്ലെ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒരു ഫാക്ടറാണ്, ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ, control considerations, cost of capital, risk prospection, flexibility of capital structure, government policies and tax benefit. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൂടി പഠിക്കണം. ഞാൻ ഒരു ആൻസർ കീയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പം അതെന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഇനി ഇതൊക്കെ എവിടെ വിളിച്ചതെന്ന് വെച്ചാൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. എന്താണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്, ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ വൈകിട്ടത്തെ ലൈവിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അത് ഡിസ്കസ് ചെയ്തരും. ആൻസർ നമ്മൾ വെറുതെ ജസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എക്സാമിന് എങ്ങനെ ഒരു ആൻസർ ആയിട്ട് എഴുതണം, എന്തോരം എഴുതണം, ഏത് പോയിന്റ് ആണ് അവിടെ വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അവിടെ ലൈവിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഡയറക്റ്റിംഗ്. ഇതിൽ നിന്നും ഒരു എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ സ്റ്റാഫിംഗിൽ നിന്നും ഒരു എസ്എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഓർഗനൈസിങ് ആവാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ദെൻ ഡയറക്റ്റിംഗിൽ നിന്നും സ്റ്റാഫിംഗിൽ നിന്നും ഓക്കെ, ദെൻ ഓർഗനൈസിങ്. ഈ ഒരു 4 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ സ്ട്രെസ് ചെയ്ത് പഠിക്കുക, എന്നതിൽ ബാക്കി പഠിക്കേണ്ട എന്നല്ല. ഈ ഒരു ഏരിയ ആദ്യമേ തന്നെ പഠിച്ചു തീർക്കുക, അതിനുശേഷം ബാക്കി നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ബാക്കി എന്താണ് പഠിക്കുന്നത് വെച്ചാൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്, നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പോൾ അത് മിസ്സാക്കരുത്. എന്തായാലും ഒരു തവണ ജസ്റ്റ് ഷോർട്സ് 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 4 മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ആ 1 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ ബൈ.